മലപ്പുറം നഗരത്തിൽ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന സിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടിന്റെ രണ്ടാം ഘട്ട അവലോകന യോഗം മലപ്പുറത്ത് ചേർന്നു. മലപ്പുറം PWD ഗസ്റ്റ് ഹൌസിലാണ് യോഗം ചേർന്നത്. വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ, മുൻ IAS ഉദ്യോഗസ്ഥൻ വിനോദ്, ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മലപ്പുറം മുനിസിപ്പൽ ചെയർമാനും പൂക്കോട്ടൂർ, മൊറയൂർ, കോഡൂർ എന്നീ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കാളികളായി. മലപ്പുറം നഗരത്തിലേക്കുള്ള പ്രധാന റോഡുകളുടെ വികസനമാണ് യോഗത്തിലെ മുഖ്യ അജണ്ട. അതിൽ അങ്ങാടിപ്പുറം മുതൽ രാമനാട്ടുകര വരെയുള്ള ദേശീയപാതയുടെ വികസനം കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്ത് മക്കരപ്പറമ്പിലെയും മോങ്ങത്തെയും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള കൃത്യമായ പദ്ധതിയും ഇതിന്റെ ഭാഗമായി തയ്യാറാക്കി. ഇതിനു പുറമെ പ്രധാന റോഡുകളും പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിക്കും. വേങ്ങര മുതൽ മലപ്പുറം വരെയും, കോട്ടക്കൽ മുതൽ മലപ്പുറം വരെയും, മഞ്ചേരി മുതൽ മലപ്പുറം വരെയും കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത നിലവിലുള്ള പാതകൾക്ക് വീതി കൂട്ടി ഇരട്ടിപ്പിക്കാനും ഗതാഗതം സുഗമമാക്കാനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പാതകളെ ഡിസൈൻ റോഡുകളാക്കി മാറ്റുന്നതിനൊപ്പം റോഡിന്റെ ഇരുവശങ്ങളിലും സൗന്ദര്യവൽക്കരണ പ്രവർത്തികളും നടപ്പിലാക്കും. റവന്യൂ ടവറും വിപുലമായ മാസ്റ്റർ പ്ലാനും റോഡ് വികസനത്തിന് പുറമെ മലപ്പുറം സിവിൽ സ്റ്റേഷന്റെ സമഗ്രമായ നവീകരണത്തിനും പദ്ധതിയിലുണ്ട്. സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്ത് പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ വിപുലമായ സൗകര്യങ്ങളോട് കൂടിയ പുതിയ റവന്യൂ ടവർ നിർമ്മിക്കും. സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്ത് ഉപയോഗിക്കാതെ കിടക്കുന്ന 40 ഏക്കറോളം സ്ഥലം കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തും. വിശാലമായ റോഡുകളും ആവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉൾപ്പെടെ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുനഃക്രമീകരണം നടത്തുന്നത്. മലപ്പുറം നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതിയുടെ ഒന്നാം ഘട്ട യോഗം നേരത്തെ തിരുവനന്തപുരത്ത് വെച്ച് ചേർന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പദ്ധതി പ്രദേശത്ത് വെച്ച് തന്നെ രണ്ടാം ഘട്ട യോഗം ചേർന്നത്. യോഗത്തിന് ശേഷം മന്ത്രിമാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം മലപ്പുറം സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളും നേരിട്ട് സന്ദർശിച്ച് പദ്ധതിയുടെ പ്രായോഗിക വശങ്ങൾ വിലയിരുത്തി. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.